സാധാരണക്കാരനായ മലയാളിയുടെ ജീവിത മുഹൂർത്തങ്ങളെ കാവ്യഭംഗിയാർന്ന ശൈലിയിൽ വെള്ളിത്തിരയിലേക്ക് ആവാഹിച്ച സംവിധായകനാണ് ലെനിൻ രാജേന്ദ്രൻ. മലയാള സിനിമയിൽ അതുവരെ കണ്ടുപരിചയിച്ച ശബ്ദബഹുലമായ പ്രണയകഥകളുടെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് ബോധപൂർവം മാറി നടന്നു ലെനിന്റെ ചിത്രങ്ങൾ. നിശബ്ദതയുടെ സംഗീതമായിരുന്നു ആ കഥകളുടെ അന്തർധാര. കവിത പോലെ ഹൃദ്യമായ ആ ചിത്രങ്ങൾ ഓരോന്നും മലയാളി ഇന്നും ഗൃഹാതുരത്വത്തോടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഞാൻ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ളത് എനിക്ക് തന്നെ ഒരുപക്ഷെ ആലോചിച്ചാൽ ഒരു അത്ഭുതത്തിൻ്റേതായ തലമുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്കും അതുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഗൂഢമായൊരു വികാരമുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. പക്ഷെ അത് ഞാൻ പുറത്ത് പറഞ്ഞിരുന്നില്ല. കാരണം അന്ന് മുതൽ ഇന്ന് വരെ ഒരു പ്രകടനാത്മകമായ ഒന്നിലും ഞാൻ സഞ്ചരിക്കുന്നൊരു ആളെയല്ല. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കളിലൂടെ ഈ ചലച്ചിത്രരംഗത്തുള്ള പല ആളുകളുമായി ബന്ധപ്പെടാനുള്ളൊരവസരം ലഭിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ P.A. ബക്കറിൻ്റെ സിനിമകളുടെ തിരക്കഥയെ സഹായിക്കുന്ന ഒരാളായി കൂടുകയും ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമയെ സംവിധാനത്തിൻ്റെ സഹായിയായി മാറുകയും ആ ഒരു പരിചയത്തിൽ നിന്നാണ് ഞാൻ ചലച്ചിത്ര രംഗത്തിലേക്ക് വന്നുപെടുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ തിരക്കഥ എഴുതാൻ അറിയും എന്ന് തോന്നിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ അവരൊരു ചലച്ചിത്രത്തിൻ്റെ തുടക്കം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്നോടൊരു തിരക്കഥ എഴുതാൻ പറയുകയും അതിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഞാനതിൻ്റെ സംവിധായകനാവുകയും ചെയ്തു. അപ്പോൾ NB ശ്രീനിവാസൻ ഞാനും ഈ വേനൽ തുടങ്ങുന്നതിന് 2 വർഷത്തിന് മുമ്പൊക്കെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിൽ മലയാളത്തിൽ NBSന് പ്രാഗൽഭ്യമുള്ള മറ്റൊരാളും അന്നുണ്ടായിരുന്നില്ല. എല്ലാം സംഗീത സംവിധായകരുണ്ടായിരുന്നു. പക്ഷേ സിനിമയെ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ സിനിമയുടെ സംഗീതം അന്ന് കൊടുത്തിരുന്നത് NBS ആണ്. കാവാലത്തിൻ്റെ അതിൽ ഏറ്റവും എനിക്ക് ഞാൻ ഇന്നും എൻ്റേതായിട്ടുള്ള ഏതെങ്കിലും ഷോസിലോ അല്ലാതെയൊക്കെ വന്നാൽ ഞാൻ കാന്തമൃദുലം പഠിപ്പിക്കും. കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ആ പാട്ട്. നമുക്ക് കേട്ടാൽ വളരെ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ പല കഴിവുള്ള പല ഗായകരും അത് വെച്ച് തപ്പിത്തടയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് കാന്തമൃദുലമായിരുന്നു. ഒരുപക്ഷെ അത് എക്കാലത്തും ഓർക്കപ്പെട്ട് നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. പാട്ടിൻ്റെ പിക്ചറൈസേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ പോയിരുന്നു ഇതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു പാട്ടിൻ്റെ ഇത് കാണാനായിട്ട് ഇടയുണ്ടായി എനിക്ക്. ഈ പാട്ട് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ശ്രീനിവാസൻ സാർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു ജലജയ്ക്ക് ഇതിൽ അവാർഡ് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കത് കിട്ടുമായിരിക്കാം. അനുഗ്രഹം കൊണ്ട് തന്നെ അതിൽ
സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ട്രസിനുള്ളത് എനിക്ക് കിട്ടി. അതിലെ രസം വേറെ ഒന്നാണ്, ഈ പടം ശരിക്കും പറഞ്ഞാൽ ഞാനായിരുന്നില്ല ഹീറോയിൻ ആവേണ്ടിയിരുന്നത്, അവർ വേറെ ആരെയോ ആണ് കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ അത് തെന്നി മറിഞ്ഞ് എൻ്റെ കയ്യിൽ വന്നു. സോ ഐ ഫീൽ ബ്ലെസ്ഡ്.